അങ്ങനെ നമ്മുടെ മാടങ്കാവ് ഉത്സവത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2.0 വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് നേരം ഞാനിത് നിന്ന് ഘോഷയാത്ര കണ്ട് ആ DJ വണ്ടി തിരിച്ചു വരുന്നിടം വരെ. പക്ഷേ നമ്മുടെ ഈ ഉത്സവം നടക്കുന്നത് NHലാണ്. അപ്പോൾ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, നമ്മുടെ ഉത്സവം നടത്തുന്നവർക്കും ഉത്സവത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതെല്ലാം കറക്റ്റായിട്ട് പോലീസുകാരെല്ലാം അത് കറക്റ്റായിട്ട് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ DJ വണ്ടിയും ഈ കാളയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് KCBക്കാരും എല്ലാം ഫുൾ ആൻഡ് ഫുള്ളി അലേർട്ടായിരുന്നു. പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വരുന്നവർ, ദൂരദേശത്തു നിന്ന് എന്താ പറയുക, ജോലിയിൽ നിന്ന് എല്ലാം ലീവ് എടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ട്. ഇതാണ്ട് ഈ നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുറേ ടീമുകളാട്ടോ. കണ്ണേണ്ണനുണ്ട്, പ്രണവണ്ണനുണ്ട്, ധനേഷ് ഏട്ടൻ, ചിത്തണ്ണൻ, പിന്നെ അപ്പൂസിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ സഞ്ജും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതാ പറഞ്ഞത്, നമുക്കിതൊക്കെ ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഈ ചെണ്ടമേളം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കല്യാണി തത്ത, പിന്നെ തത്തയുടെ ഫ്രണ്ട് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ്. പിന്നെ അശ്വതിനെ മേഘയും പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ DJ വണ്ടി തിരിച്ചു വന്നപ്പോഴേക്കിനും അമൃതയും കണ്ടു കിട്ടി. അങ്ങനെ ഞങ്ങളൊരു ഇച്ചിരി നേരം അതിൻ്റെ പിറകിൽ നിന്നൊന്ന് തുള്ളി. പക്ഷെ ഞാൻ അധികം ഇവളുമാരെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വിട്ടതേ ഇല്ല. ഭയങ്കര ലൈറ്റ് സൗണ്ട്സും ആയിരുന്നു. നമുക്ക് എന്താ പറയുക, ജീവൻ ശ്വാസമൊക്കെ നിന്ന് പോകുന്ന പോലത്തെ ആയിരുന്നു അത്രയ്ക്ക്. പക്ഷേ അടിപൊളി. എത്ര ദിവസങ്ങൾ കൊണ്ടുള്ള പിള്ളേരുടെ കഷ്ടപ്പാടാണെന്നറിയാമോ ഇത്. പൈസ കളക്ട് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു സന്തോഷമാണ്. എനിവേ അടുത്ത വർഷവും ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നടക്കട്ടെ. നല്ല നല്ല ഉത്സവങ്ങൾ ഇനിയും വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ നന്നായി നടക്കട്ടെ. പക്ഷേ തിരിച്ച് മുരുകൻകോവിലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കിനും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് പോലീസുകാർ DJ വണ്ടി ഓഫാക്കി. 1.5 മണിക്കൂറോളം അതിൻ്റെ പിറകിൽ പോയി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷെ നമ്മളധികം നേരം നിന്നില്ല. നമ്മൾ വേഗം തിരിച്ച് വന്ന് ഫുഡ് നോക്കിയതാ, ഒരു കട പോലും ഉണ്ടായിരുന്നില്ല, ഒരു കടയിലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ക്ഷമച്ചയും പൊടിയമ്മച്ചയും എല്ലാം കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ണിനാടൻ കുഞ്ഞിന് ബലൂൺ വാങ്ങിത്തന്നത് അതും കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നപ്പോൾ എന്താണ്ട് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ചോറ് സാമ്പാറും എടുത്ത് കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ അശ്വതിനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് നേരെ ഞാൻ ഫ്ലാറ്റിൽ പോയില്ല. നേരെ ഞാൻ വീട്ടിലാണ് കിടന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പോൾ അടുത്ത ഉത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.